മറ്റു മതസ്ഥർ ചെയ്യുന്ന ആഭിചാര ക്രിയകൾ മുസ്ലിമീങ്ങൾക്ക് ഫലിക്കുമോ എന്നതാണ്. കാരണം അല്ലാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണല്ലോ അവർ. അപ്പോൾ അവർ അത് ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരം നൽകുന്നത് ജിന്നുകളാണോ, ഇരുട്ടിന്മേൽ ഇരുട്ട് ലഭിക്കുകയാണോ എന്ന നിലക്ക് ഉള്ളതാണ് ചോദ്യം. അതായത് ഷിർക്ക് എന്നത് ഇരുട്ടാണ്. അപ്പോൾ അതിൻ്റെ മേൽ വീണ്ടും ഒരു ഇരുട്ട് എന്ന നിലക്ക് അവർ ചെയ്യുന്നത് അവർക്ക് ഫലിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാണോ എന്നതാണ് ചോദ്യം. ഉത്തരം ഉസ്താദ് നിന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് അള്ളാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യാൻ അവർക്കാർക്കും കഴിയുകയില്ല. അത് അടിസ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു, ഇൻതദഉഹും ലാ യസ്തജീബു ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾ ദുആ കേൾക്കുകയില്ല, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യുകയുമില്ല. സൂറത്ത് ഫാത്തിറിലെ 13-ാമത്തെ വചനമാണ്. സൂറത്ത് അഹ്ഖാഫിലെ 5-6 ആയത്തുകളിൽ സമാനമായ ആശയം കാണാം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാത്തവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിപിഴച്ച മറ്റാരുണ്ട്. റബ്ബല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും അവരാരും ഉത്തരം ചെയ്യുകയില്ല. ജിന്നുകളും ഉത്തരം ചെയ്യുകയില്ല, പിശാചും ഉത്തരം ചെയ്യില്ല. ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. എന്നാൽ റബ്ബല്ലാത്തവരിലേക്ക് മനസ്സ് തിരിയുമ്പോൾ ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് പിശാചുക്കൾ. അള്ളാഹുവിൽ നിന്ന് മനുഷ്യനകറ്റി സിട്ടുകളിലേക്ക് കൊണ്ടുപോയി, ശിർക്കിലേക്ക് കൊണ്ടുപോയി അവനെ നരകത്തിലേക്ക് തള്ളിയിടുക എന്നാണ് പിശാചിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ. അവിടെ ഒരു അടിമ തൻ്റെ റബ്ബിൽ നിന്ന് അകന്ന് മറ്റൊരു പടപ്പിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് കണ്ടാൽ തന്നെ ആ അവസരത്തെ പിശാച് ദുരുപയോഗം ചെയ്യും. അങ്ങനെ അവന് അതിൽ കൂടുതൽ ആവേശം നൽകുകയും തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചില സപ്പോർട്ടുകളൊക്കെ കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവനെ ആ ഷിർക്കിൽ കുഫ്രിൽ നിലനിർത്താൻ ആവശ്യമായ പണികൾ അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. സിഹറും സംഭവിക്കുന്നത് തന്നെയാണ്. സിഹറിൽ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, ഷിർക്ക് ചെയ്യുന്നു, പിശാച്ചിനെ പൂജിക്കുന്നു. അത് പിശാച്ചിന് വലിയ ഇഷ്ടമാണ്. ഈ അവസരത്തെ പിശാച്ച് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ പിശാച്ചിന് എന്താണോ ചെയ്തു കൊടുക്കാൻ കഴിയുക, അത്തരം അവനെക്കൊണ്ട് കഴിയുന്ന അവൻ്റെ കഴിവിൽപ്പെട്ട അവൻ്റെ പ്രകൃതിയിൽപ്പെട്ട ചില സപ്പോർട്ടുകളൊക്കെ ഈ സാഹിറിന് ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ ആരെയാണോ ഇവൻ ഉദ്ദേശിക്കുന്നത് ആ ആൾക്ക് എന്തെങ്കിലും ദോഷം വരുത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നു. അല്ലാതെ ഇവനെ ദുആക്ക് ഒരാളും കൂടെ ഉത്തരം ചെയ്യുന്നില്ല. ഇവൻ ഈ തെറ്റായ വഴിക്ക് നീങ്ങുന്നത് കാണുമ്പോൾ അത് സന്തോഷിക്കുന്ന പിശാച്ച് അത് ഉപയോഗപ്പെടുത്തി അവനെ കൂടുതൽ കൂടുതൽ ആ ഷിർക്കിനെയും കുഫ്രിനെയും കൊണ്ടുപോകുവാനും അതുവഴി സമൂഹത്തിൽ ഷിർക്കും കുഫ്രും പ്രചരിപ്പിക്കുവാനുമുള്ള വഴികളാണ് ചെയ്യുന്നത്. അത് സിഹറിൽ മാത്രമല്ല. ഒരാൾ ദർഗയിൽ പോകുന്നു ഖബറിനോട് പ്രാർത്ഥിക്കാൻ, അവിടെ പിശാച്ച് അവൻ്റെ പിന്നാലെ കൂടും. കാരണം പിശാച്ചിന് ഇഷ്ടപ്പെട്ട വഴിയാണത്. ഒരാൾ മദ്യപിക്കാൻ പോകുന്നു, പിശാച്ച് അവൻ്റെ പിന്നാലെ കൂടും. പിശാച്ച് ഇഷ്ടമുള്ള വഴിയാണ്. വ്യഭിചാരം, പലിശ തുടങ്ങിയ ഏത് തിന്മയിലേക്ക് ഒരാൾ നീങ്ങുമ്പോഴും പിശാച്ച് അവന് അത് നല്ലതായി തോന്നിപ്പിക്കുകയും ആ വഴിയിൽ ആവേശമുണ്ടാക്കുകയും അവൻ അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന പണികൾ ചെയ്യുക സ്വാഭാവികമാണ്. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രവാചകവചനങ്ങൾ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യവുമാണ്. വസയ്യനഹും ഷൈത്വാന അഴ്മാലഹും എന്ന് ഖുർആൻ പറഞ്ഞു. അവിടെ കർമ്മങ്ങളെ പിശാച്ച് അവർക്ക് നല്ലതായി തോന്നിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ മിത്രങ്ങൾക്ക് അവൻ ബോധനം നൽകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സമാനമായ വ്യത്യസ്തമായ വചനങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ സിഹർ ചെയ്യുമ്പോൾ യഥാർത്ഥ സാഹിർ ചെയ്യുന്നത് പിശാച്ചിനെ പൂജിക്കുന്നു, അവൻ ആരാധിക്കുന്നു, അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കുഫ്റും ഷിർക്കും ഹറാമുകളും തിന്മയും തോന്നിവാസങ്ങളും അവൻ പ്രാവർത്തികമാക്കുന്നു. അതുവഴി പിശാച്ചിന് സാമീപ്യം നേടിയെടുക്കുന്നു. പിശാച്ചിന് സ്വന്തക്കാരനായി മാറുമ്പോൾ പിശാച്ച് തൻ്റെ ഒരു ഏജൻറ്റിനെ പോലെ കണ്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതവൻ ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഫലമായി ചില ഗുണദോഷങ്ങളൊക്കെ ഇവിടെ താൽക്കാലികമായി അനുഭവപ്പെട്ടേക്കാം. അത് ഏത് മതസ്ഥം ചെയ്താലും ആർക്ക് ചെയ്താലും അതിലൊക്കെ സ്വാഭാവികമായും ഇത്തരം ചില സ്വാധീനങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ പ്രവാചകർക്കെതിരെ സിഹർ ചെയ്തത് ജൂതനായിരുന്നു. അതിനെ ഏൽപ്പിച്ചത് മറ്റു ജൂതന്മാരായിരുന്നു. അതിൽ ചില പ്രയാസങ്ങൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. സമാനമായ മറ്റു ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആര് ചെയ്തു എന്നതല്ല, ഇവിടെ ചെയ്യുന്ന കാര്യമൊന്നാണ്. ഒരു മുസ്ലിം ചെയ്താലും മറ്റു മതസ്ഥർ ചെയ്താലും ആര് ചെയ്താലും ഈ ചെയ്യുന്ന പണി ഷിർക്കായ പണിയാണ്. പിശാചിലേക്കുള്ള അടുപ്പമാണ് അവൻ ചെയ്യുന്നത്. ആ ദുആക്ക് ഒരാളും ഉത്തരം ചെയ്യുന്നില്ല. എന്നാൽ ഈ അവസരത്തെ പിശാച് ദുരുപയോഗം ചെയ്യുകയും അവനെ ഈ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ പണികൾ ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി ഈ മഷ്ഹൂറായ ആർക്കെതിരെ സിഹർ ചെയ്തുവോ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ഇവനെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മേഖലയിൽപ്പെട്ട ചില പ്രയാസങ്ങൾ അവൻ വരുത്തി വെക്കുകയും ചെയ്യുന്നു. അതുവഴി ഈ സാഹിറിനെക്കുറിച്ച് നാട്ടിൽ വലിയൊരു ധാരണ വളർന്നു വരും. അയാളെ പേടിക്കണമെന്ന അവസ്ഥ വരും. പിന്നെ ആർക്കും ഇയാളെ ഒരു അപ്രമാദിത്വം കളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് പിശാച്ചിൻ്റെയും ആവശ്യം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, പിശാച്ച് എല്ലാ ഗ്രാമത്തിലും
ഒരു ഏജൻസിയെ സ്ഥാപിക്കാതിരിക്കില്ല എന്നാണ്. അത് ഒന്നുകിൽ സിദ്ധനായിരിക്കും, അല്ലെങ്കിൽ തങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ബീവി, ഒരു ദർഗ, ഒരു സാഹിർ, ഇങ്ങനെ തുടങ്ങിയ ആളുകളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ പറ്റാവുന്ന എന്തെങ്കിലും സംവിധാനം എല്ലാ ഗ്രാമപ്രദേശങ്ങളും പിശാച്ച് സ്ഥാപിക്കും. അതുവഴി ആളുകളെ റബ്ബിൽ നിന്ന് അവൻ അകറ്റിക്കൊണ്ടിരിക്കും. അത് ഈ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിയുടെ കഴിവും സ്വാധീനവും ഒക്കെ അനുസരിച്ച് ആ ഏജൻസിയുടെ വ്യാപ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഇപ്പം ചില ആൾ ദൈവങ്ങൾ പ്രാദേശികമായി മാത്രം ചില ചൂഷണങ്ങളുമായി കഴിയുന്നതായിരിക്കും. ചില ആൾ ദൈവങ്ങൾ സംസ്ഥാന തലത്തിലോ രാജ്യാതലത്തിലോ ഭേദിച്ചോ ലോകാടിസ്ഥാനത്തിലോ ഒക്കെ അവർക്ക് ഭക്തന്മാരും അവർ ആരാധിക്കുന്നവരെല്ലാം ഉള്ള ആളുകളായിരിക്കും. അതൊക്കെ ഓരോരുത്തരെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമോ അതനുസരിച്ച് പിശാച്ച് അവിടെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ആര് ചെയ്തു എന്നുള്ളത്, മുസ്ലിമുകൾ ചെയ്താലും ഇത് ഷിർക്കാണ്, ജൂതന്മാർ ചെയ്താലും അത് ഷിർക്കാണ്, ആര് ചെയ്താലും ഷിർക്കാണ്. ഷിർക്ക് പിശാച്ചിന് ഇഷ്ടമാണ്. അവിടെ പിശാച്ചിന് ഇഷ്ടമുള്ള പണി നടക്കുമ്പോൾ പിശാച്ച് അവിടെ തൃപ്തിപ്പെടുകയും അവന് ചെയ്യാൻ പറ്റാവുന്ന ചില സപ്പോർട്ടുകൾ നൽകുകയും ചെയ്യുന്നു. KNM മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി സാഹിറിനെ പിശാച്ച് സഹായിക്കുന്ന വ്യത്യസ്തമായ വഴികൾ അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ കഴിയും. അതുപോലെ വിശുദ്ധ ഖുർആനെയും പ്രവാചക വചനങ്ങളെയും ഒക്കെ വ്യാഖ്യാനങ്ങളിൽ അഹ്ലുസുന്നത്ത് പണ്ഡിതന്മാരെല്ലാം സ്വീകരിച്ചു പോകുന്ന വിശദാംശങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. പക്ഷേ അതേപോലെ ഇബ്നു ഖയ്യിം റഹിമത്തുള്ളാഹിയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസ്വാഇദി ശൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമത്തുള്ളാഹിയുടെ അൽ ഫുർഖാൻ ബൈന ഔലിയായി റഹ്മാൻ ഔലിയായി ശൈത്വാൻ എന്ന കിതാബിൽ വിശദമായി ഇത്തരം മേഖലകൾ ചർച്ചയുണ്ട്. ഇതൊക്കെ വായിച്ചാൽ കിട്ടുന്ന ആശയമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു അഅലം.